നമസ്കാരം. എക്സിറ്റ് പോളുകൾ പറയുന്നത് പശ്ചിമ ബംഗാൾ BJPയെ തിരഞ്ഞെടുക്കും, മമതാ ദീദിയെ തള്ളിക്കളയും, പശ്ചിമ ബംഗാൾ താമരക്കടല ആകുമെന്നാണ്. ആ എക്സിറ്റ് പോളുകൾ സത്യമാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ പശ്ചിമ ബംഗാളിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാരണം മമതാ ബാനർജിയുടെ ഒരു അപ്രമാദിത്വം, TMCയുടെ ഒരു സർവാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്ന മെയ് 4-ാം തീയതി എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാകുന്നതുവരെ TMC, തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ ഒരു അപ്രമാദിത്വം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പക്ഷേ പശ്ചിമ ബംഗാളിൽ താമരക്കടലാകേണ്ട അല്ലെങ്കിൽ താമരക്കടൽ ഉണ്ടാകേണ്ട ഒരു ആവശ്യകത ഭാരതമൊട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം പലതവണ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ദേശത്തിൻ്റെ ഭദ്രതയ്ക്ക് പശ്ചിമ ബംഗാൾ എത്തരത്തിൽ അപകടകരമായൊരവസ്ഥ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. ഒപ്പം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും യാതൊരു പരിധിയും ഒരു ലക്കും ലഗാനുമില്ലാത്ത തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകി, സർക്കാർ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകി, വോട്ടർ പട്ടികയിൽ അവരെ ഇടം പിടിപ്പിച്ച് ബംഗാളിൽ തന്നെ, പശ്ചിമ ബംഗാളിൽ തന്നെ കുടിയിരുത്തി താമസക്കാരാക്കി അവിടെ കുട്ടിയും കുടുംബവുമൊക്കെയായി കഴിയുവാനുള്ള അവസരമൊരുക്കി കൊടുത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഓരോ പോക്കറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ വലിയ പോക്കറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 55 മണ്ഡലങ്ങളിൽ കൃത്യമായി ഇത്തരത്തിലുള്ള വലിയ, നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില പ്രദേശങ്ങളെ താലിബാനി പോക്കറ്റുകൾ, മിനി പാകിസ്ഥാൻ എന്നൊക്കെ അവർ വിളിക്കും. ഇത് അത്യാവശ്യം ഭീകരവാദി, ഏതാണ്ട് ഒരു ISIS താവളങ്ങൾ പോലെ തന്നെയുള്ള പ്രദേശങ്ങൾ 55 നിയോജക മണ്ഡലങ്ങളിൽ പശ്ചിമ ബംഗാളിലുണ്ട്. അത്തരത്തിലുള്ളൊരവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈന്ദവ സമൂഹം കഴിഞ്ഞ 40 വർഷങ്ങളായി ഭയത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു 4-ാം തവണ മമത വരുന്നത്, 40 വർഷമെന്ന് ഞാൻ പറയുന്നത് മമത 15 വർഷങ്ങളായി ആയിട്ടുള്ള ഭരിക്കുന്നത്, അതിനു മുമ്പുള്ള CPM ഭരണകാലത്തെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. കാരണം CPMകാരും ഇത്തരത്തിലുള്ള ബംഗ്ലാദേശികളെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഗുണ്ടകളായി ഉപയോഗിക്കുന്നൊരു രാഷ്ട്രീയ രീതി ബംഗാൾ ഉണ്ടായിരുന്നു. അവരാണ് ഇതിന് തുടക്കം കുറിച്ച ആൾക്കാർ തന്നെ. മമത അതിനെ ഒന്ന് പരിഷ്കരിച്ച് കൂടുതൽ സോഫ്റ്റിക്കേറ്റഡ് ആക്കി എന്ന് മാത്രം, ആധുനികവൽക്കരിച്ചു എന്ന് മാത്രം. ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്തു. അത് ഉപയോഗിച്ച് ആദ്യം അവരില്ലാതാക്കിയ CPIMകാരെ തന്നെയാണ്. പിന്നെയാണ് ഹൈന്ദവ സമൂഹത്തിന് നേരെ തിരിഞ്ഞത്. പക്ഷേ ഹൈന്ദവ സമൂഹം നിരന്തരമായൊരു ഭീഷണിയുടെ നിഴലിലാണ് പശ്ചിമ ബംഗാളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം അതിനൊരല്പം മാറ്റമുണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായി അവിടെ RSS എന്ന മഹാപ്രസ്ഥാനം ബംഗാളിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങി ആളുകളുമായി സമ്പർക്കം പുലർത്തി അവരുടെ ഉള്ളിലുള്ള ഭയത്തെ നീക്കി അവരുടെ സമ്മതിദാനാവകാശം എങ്ങനെ അവർക്ക് ക്രിയാത്മകമായി അവരുടെ ഈ ഭയത്തിനെതിരെ വിനിയോഗിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പഠന ക്ലാസ് തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു അവബോധം തന്നെ ആ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇപ്പോൾ ബംഗാളിൽ നാം കണ്ട വമ്പൻ വോട്ടിംഗ് ശതമാനം. ഏതാണ്ട് 92% വോട്ടിംഗ് ശതമാനം എത്തുമെന്നാണ്, 92% എത്തുമെന്നാണ്, വോട്ടിംഗ് നില എത്തുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇതുവരെ വന്നിട്ടില്ല. 92, 93 പോകും. 90-ന് മുകളിലേക്ക് എന്തായാലും ബംഗാളിലെ ആകെ വോട്ടിംഗ് ശതമാനം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത്തരത്തിലുള്ളൊരു അവബോധം സൃഷ്ടിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഒരു നടപടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബോധവൽക്കരണ നടപടികൾ വളരെ ക്രിയാത്മകമായി പശ്ചിമ ബംഗാളിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കപ്പെട്ടു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായി, ഏതാണ്ട് ഒരു 5 വർഷങ്ങളിൽ നിന്ന് തന്നെ കൂട്ടിക്കോളൂ, RSSൻ്റെ കാര്യകർത്താക്കൾ പശ്ചിമ ബംഗാളിലൊട്ടാകെ ഗ്രഹസമ്പർക്കവും നിശബ്ദമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് വോട്ടർമാരുടെ ഇടയിലുണ്ടായിരുന്നൊരു ഭീതി, അവരുടെ ഉള്ളിലുണ്ടായിരുന്നൊരു ഭീതി മാറ്റി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു അവബോധം സൃഷ്ടിച്ച് അവരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിൽ RSS വഹിച്ച പങ്ക് ചെറുതല്ല. പശ്ചിമ ബംഗാളിലേക്ക് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നാൽ ജഹാംഗീർ ഖാനെ പോലുള്ള ക്രിമിനലുകൾ, അതും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൂട്ടക്കൊല നടത്തുന്ന ക്രിമിനലുകൾ അഴിഞ്ഞാടിയ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യം സാധ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം കൃത്യമായി ബംഗാളിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അജയ് പാൽ ശർമ്മയെ പോലുള്ള IPS ഓഫീസർമാർ അവിടെ
ബംഗാളിലിറങ്ങി നിയമം കൃത്യമായി നടപ്പാക്കുകയും TMC ഗുണ്ടകളെ അടിച്ചൊതുക്കേണ്ടടുത്ത് അടിച്ചൊതുക്കുകയും നേതാക്കൾ വഴിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ അവരെ ചവിട്ടിക്കൂട്ടുക എന്ന് പറയുമല്ലോ, അത്തരത്തിൽ തന്നെ കൈകാര്യം ചെയ്തും ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ടാക്കി ഇത്തരത്തിലും നിയമപരിപാലനം സാധ്യമാണ്. ഇങ്ങനെയും ചെയ്യാം നിയമപരിപാലനം. ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശിലായുഗ കാലത്തുള്ള ഈ ജിഹാദികളുടെ പ്രവർത്തനമല്ല ഒരു നാടിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ഒരു രീതി. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങൾ നടപ്പാക്കുന്നൊരു സാധ്യതയും നമ്മുടെ മുൻപിലുണ്ട്. അതിനുവേണ്ടി നാം നമ്മുടെ സമ്മതിദാനാവകാശം കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ള തരത്തിൽ ബംഗാളിലെ ജനങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളോട് പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാവുകയാണെങ്കിൽ മെയ് 4 മുതൽ ബംഗാളിൽ താമരക്കടൽ വിരിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ താമരക്കടൽ അലയടിക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ധനുഷ് ദേവൻ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇനി മുതൽ ബംഗാളിൽ തന്നെ തമ്പടിച്ച് കിടക്കും. അവിടുത്തെ ചേരി മോശമാണ്, വൃദ്ധയ്ക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, ബംഗാൾ BJP ഭരണത്തിൻ്റെ കീഴിൽ ബംഗാൾ പതനത്തിൽ നിന്ന് പതനത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിച്ച് അതലപാതാളത്തിൽ കിടക്കുന്ന ബംഗാളാണെന്നുള്ള കാര്യം ഓർക്കണം. അത് കൃത്യമായിട്ട് ധനുഷ് ദേവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനരാവർത്തനം ഉണ്ടാകും. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് നിഷ്കാസിതയാവുകയാണെങ്കിൽ മമതാ ബാനർജിയെക്കാളും അവരുടെ അനന്തരാവകാശി, അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെക്കാളും കൂടുതൽ ദുഃഖവും വിഷമവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കായിരിക്കും. കാരണം കാലാകാലങ്ങളായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവന്ന് മോദിക്കെതിരെ ശക്തനായ എതിരാളി, മോദിയുടെ ശക്തനായ എതിരാളി രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് വെറും കാറ്റുപോയ ബലൂണാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തത് തീയാളി പ്രിയങ്ക എന്നുള്ള രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് നോക്കി. അതും തഥൈവ. അത്തരത്തിലുള്ളൊരു നിരാശയിലേക്ക് വഴുതിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഒരു കൈത്തിരി വെളിച്ചത്തിൻ്റെ ഒരു ആശ എങ്കിലും മിന്നിച്ചു കൊടുത്തിരുന്നത് മമതാ ബാനർജിയാണ്. മോദിയെ വെല്ലുവിളിച്ചും BJPയെ വെല്ലുവിളിച്ചും സുപ്രീം കോടതിയിൽ പോയി നാടകം കളിച്ചും എല്ലാം ഒരു ഷോ കാണിച്ച് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നത് മമതാ ബാനർജിയാണ്. അവർ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതയാവുകയാണെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നെഞ്ചത്തടിയും നിലവിളിയും മണ്ണ് വാരിയെറിയലും തലമുടി വലിച്ചു പറിക്കലും എല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോഴും ദേശാഭിമാനി പറയും ബംഗാളിൽ വൻ CPIM മുന്നേറ്റം, MA ബേബി നാളെ ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊക്കെ ദേശാഭിമാനിയും കൈരളിയും അപ്പോഴും പറയുമായിരിക്കും. കൈരളിയിൽ ചിലപ്പോൾ പാചക വീഡിയോകളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ വടകറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ലോ കോളേജ് മാഡം ക്ലാസ് എടുക്കുന്നതായിരിക്കും. അത്തരത്തിൽ കൈരളിയിൽ പോകാം. മാധ്യമങ്ങളുടെ കാര്യം കേരളത്തിലൊന്ന് സ്പർശിച്ചു പോയെന്നേ ഉള്ളൂ. പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ താമരക്കടൽ പശ്ചിമ ബംഗാളിൽ അലയടിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. പക്ഷേ പ്രധാന കാരണം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏകീകരണമായിരിക്കും, ഉയർത്തെഴുന്നേൽപ്പായിരിക്കും, ഉണർന്നെഴുന്നേൽപ്പായിരിക്കും. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള BJPയുടെ കാര്യകർത്താക്കളാണെങ്കിലും RSSൻ്റെ കാര്യകർത്താക്കളാണെങ്കിലും അവർ മെയ് 4-ാം തീയതി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാവുകയാണെങ്കിൽ ഒരു അഭിനന്ദനങ്ങളും പ്രതീക്ഷിക്കാതെ അടുത്ത അവരുടെ ചുമതലകളിലേക്ക് പോകും. പക്ഷേ അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. മെയ് 4-ന് അവരെ അഭിനന്ദിക്കണോ അതോ അവരോട് അനുഭാവം പ്രകടിപ്പിച്ച് അവരുടെ ബംഗാളിലെ അടുത്ത ഘട്ട നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ അറിയിക്കണോ എന്നുള്ളത് മെയ് 4-ാം തീയതി നമുക്കറിയാം. അന്ന് ഫലങ്ങൾക്കൊപ്പം നിങ്ങളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.